ചെസ്സിൻ്റെ പ്രാഥമിക പാഠങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. 2 പേർ ഒന്നിടവിട്ട് നീക്കങ്ങൾ നടത്തുന്ന ഒരു കളിയാണ് ചെസ്സ്. ഒരു ചെസ് ബോർഡിലാണ് കളി നടത്തുന്നത്. ചെസ് ബോർഡിന് നെടുകെയും കുറുകെയും 8 നിരകളിലായി 64 ചതുരങ്ങളുണ്ട്. അതിൻ്റെ ഒന്നിടവിട്ടുള്ള കളങ്ങൾ വെള്ളയും കറുപ്പുമാണ്. കളി ആരംഭിക്കുമ്പോൾ ഓരോ കളിക്കാരനും 16 കരുക്കൾ വീതം ഉണ്ടായിരിക്കും. അതിൽ ഒരാളുടെ 16 കരുക്കൾ വെള്ളക്കരുക്കളും മറ്റേയാളിൻ്റെ 16 കരുക്കൾ കറുത്ത കരുക്കളുമാണ്. കളി ആരംഭിക്കുമ്പോൾ വെള്ളയ്ക്കും കറുപ്പിനും ഓരോ കിങ് രാജാവ്, ഓരോ ക്വീന് ചതുരംഗത്തിലെ മന്ത്രി, 2 റൂക്കുകൾ തേരുകൾ, 2 ബിഷപ്പുകൾ ആനകൾ, 2 നൈറ്റുകൾ കുതിരകൾ, 8 പോണുകൾ കാലാളുകൾ ഇവയുണ്ടായിരിക്കും. ഓരോ കളിക്കാരനും അടിവശത്തും ഉൾഭാഗത്തും ഉള്ള ഈ 2 നിരകളിലായി അവരുടെ കരുക്കൾ നിരത്തുന്നു. ചിത്രം 1 കരുക്കൾ നിരത്തുന്ന വിധം എങ്ങനെയെന്നും അവയുടെ പേരും കാണിക്കുന്നു. ഇതാണ് ചിത്രം 1. ഇതിൽ കരുക്കൾ നിരത്തുന്നതെങ്ങനെയെന്നും അവയുടെ പേരുകളും കാണിക്കുന്നു. വെള്ളക്കരുക്കൾ എപ്പോഴും അടിവശത്തും കറുപ്പ് കരുക്കൾ എപ്പോഴും മുകൾഭാഗത്തുമാണ് നിരത്തുന്നത്. ചെസ് ബോർഡിൻ്റെ വലതുവശം എപ്പോഴും വെള്ളക്കളം ആയിരിക്കണം. കരുക്കൾ നിരത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കരുക്കൾ നിരത്തുവാൻ. ക്വീൻ വെള്ളക്കളത്തിലും കറുപ്പിൻ്റെ ക്വീൻ കറുപ്പ് കളത്തിലും വരണം. പരിചയസമ്പന്നരായ ചില കളിക്കാർക്കും ബോർഡ് വയ്ക്കുന്നതിലും നിരത്തുന്നതിലും ചിലപ്പോൾ തെറ്റുപറ്റി കാണാറുണ്ട്. വെള്ളയും കറുപ്പിൻ്റെയും കിങ്ങും ക്വീനും നെടുകയും ഒരേ കളത്തിൽ നേരെ വരണം. കറുത്ത രാജാവ് വെളുത്ത കളത്തിലും വെളുത്ത രാജാവ് കറുത്ത കളത്തിലുമായിട്ടാണ് വരേണ്ടത്. കിങ്ങിൻ്റെ അടുത്ത ചതുരത്തിലുള്ള ബിഷപ്പിനെ കിങ് ബിഷപ്പ് എന്നും അതിനടുത്തുള്ള ചതുരത്തിലെ നൈറ്റിനെ കിങ് നൈറ്റ് എന്നും അതിനടുത്തുള്ള മൂലചതുരത്തിലെ റൂക്കിനെ കിങ് റൂക്ക് എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ക്വീനിൻ്റെ അടുത്ത വശങ്ങളിലുള്ള ബിഷപ്പിനെ നൈറ്റിനും റൂക്കിനും യഥാക്രമം ക്വീൻ ബിഷപ്പ്, ക്വീൻ നൈറ്റ്, ക്വീൻ റൂക്ക് എന്നും നാമകരണപ്പെട്ടിരിക്കുന്നു. കിങ്ങിൻ്റെ മുമ്പിലുള്ള പോണിനെ കിങ് പോൺ എന്നും ക്വീനിൻ്റെ മുമ്പിലുള്ള പോണിനെ ക്വീൻ പോൺ എന്നും വിളിക്കുന്നു. കിങ് റൂക്കിൻ്റെ മുമ്പിലുള്ള പോണിനെ കിങ് റൂക്ക് പോൺ എന്നും ക്വീൻ റൂക്കിൻ്റെ മുമ്പിലുള്ള പോണിനെ ക്വീൻ റൂക്ക് പോൺ എന്നും വിളിക്കുന്നു. ഇതുപോലെ തന്നെ കിങ് ബിഷപ്പ് പോൺ, കിങ് നൈറ്റ് പോൺ, ക്വീൻ ബിഷപ്പ് പോൺ, ക്വീൻ നൈറ്റ് പോൺ ഇവയും അറിയപ്പെടുന്നു. ആദ്യത്തെ നീക്കം എപ്പോഴും വെള്ളക്കരുക്കൾ വൈറ്റ് കരുക്കൾക്ക് ആണ് നടത്തുന്നത്. അതിനുശേഷം കറുപ്പ് ബ്ലാക്ക് നീക്കം നടത്തുന്നു. ഇങ്ങനെ ബ്ലാക്കും വൈറ്റും മാറി മാറി നീക്കങ്ങൾ നടത്തിയാണ് ചെസ്സ് കളി മുമ്പോട്ട് പോകുന്നത്.